ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി. 1-ാം ബ്ലോക്കിന്റെ പരിസരത്ത് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഫോൺ കണ്ടെത്തിയത്. 10-ാം നമ്പർ സെല്ലിന്റെ മുന്നിൽ കല്ലിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഫോൺ. കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്നും TV പ്രസാദുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിജിത്ത്, കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. പക്ഷേ ഗോവിന്ദച്ചാമി ജയിൽ ചാടി എത്ര വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായതിനു ശേഷവും നിർബാധം മൊബൈൽ ഫോൺ ഉപയോഗവും നിയമലംഘനവും നടക്കുന്നു എന്നതുകൂടിയാണ് വെളിവാക്കപ്പെടുന്നത്, അല്ലേ? തീർച്ചയായും വിനീത, അക്കാര്യത്തിൽ സംശയമില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷിതത്വവും ഒപ്പം തടവുകാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളും ഏറെ ചർച്ചയാകുന്ന ഒരു സമയമാണിത്. ആ ഘട്ടത്തിൽ കൂടിയാണ് വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടി എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 1-ാം ബ്ലോക്കിന്റെ പരിസരത്ത് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഫോൺ കണ്ടെത്താനായി കഴിഞ്ഞത്. 10-ാം നമ്പർ സെല്ലിന്റെ മുൻവശത്ത് കല്ലിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത്. ഈ മൊബൈൽ ഫോൺ കണ്ടെടുക്കുന്നത് ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണി സമയത്താണ് വിനീത. ഈ സമയത്ത് സൂപ്രണ്ട് നടത്തിയ പരിശോധനയ്ക്കിടെ കല്ലിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ മൊബൈൽ ഫോൺ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ടൗൺ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ടൗൺ പോലീസ് കേസ് എടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോണുകൾ പിടികൂടുന്ന സംഭവം ഇത് ആദ്യമായല്ല. പക്ഷേ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു, അതിൽ അന്വേഷണം നടക്കുന്നു, പോലീസ് കേസെടുക്കുന്നു, വാർത്തയാകുന്നു. ഇതൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്നതാണ്. പക്ഷേ ഇതിനൊരവസാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ഇത്രയും സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തേക്ക് മൊബൈൽ ഫോണുകൾ എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ വെച്ച് തടവുകാർക്ക് ഇത് ഉപയോഗിക്കാനായി കഴിയുന്നു. അവർ നിർബാധം ഈ ഫോണുകൾ ഉപയോഗിക്കുന്നു. അവർക്ക് വേണ്ടപ്പെട്ടവരെ അവർക്ക് കോൾ ചെയ്യാൻ കഴിയുന്നു, അവർക്ക് ബന്ധപ്പെടാൻ കഴിയുന്നു. പക്ഷേ അതിനൊന്നും ഒരു അന്ത്യമുണ്ടാകുന്നില്ല. വീണ്ടും വീണ്ടും മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ കഴിയുകയാണ്. അതൊരു FIR-ൽ മാത്രം ഒതുങ്ങേണ്ട സംഭവമല്ല വിനീത. ഇതിൽ അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. പുറത്തുനിന്ന് സഹായമില്ലാതെ, അതിനകത്തു നിന്നുള്ള സഹായമില്ലാതെ ഇത്തരമൊരു സംഭവം അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. അതിനാൽ തന്നെ ഇതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒന്നുകൂടി പറയുകയാണ്, ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണി സമയത്ത് നടത്തിയ പരിശോധനയിലാണ് ഒരു കീപാഡ് മൊബൈൽ ഫോൺ കണ്ടെത്താൻ ഈ ജയിൽ അധികൃതർക്ക് കഴിഞ്ഞത്. ഈ 1-ാം നമ്പർ ബ്ലോക്കിന്റെ പരിസരത്തായിരുന്നു ഈ പരിശോധന ഉണ്ടായിരുന്നത്. ആ സമയത്ത് 10-ാം നമ്പർ സെല്ലിന്റെ മുൻവശത്ത് ഒരു കല്ലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു ഈ മൊബൈൽ ഫോൺ. ഇതിലിപ്പോൾ പല സൗകര്യങ്ങളും ജയിലിനകത്തേക്ക് എത്തുന്നു. അത് രാഷ്ട്രീയ തടവുകാർക്ക് ഉൾപ്പെടെ ലഭിക്കുന്നു എന്നത് ഒരു പകൽ പോലെ സത്യമായ കാര്യമാണ്. മാത്രമല്ല മുൻപും ഇതുപോലെ പരിശോധനകൾ നടത്തിയതിൽ നിന്ന് പല കാര്യങ്ങളും വെളിപ്പെട്ടിട്ടുള്ളതുമാണ്.